എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനന്തു പത്മനാഭ്. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഞാൻ റവന്യൂ വകുപ്പിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് 2014 ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ദിവസം ഞാൻ എണീറ്റപ്പോൾ എനിക്ക് ഈ ഭാഗത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അത് 2-3 ആഴ്ചകൾ കണ്ടിന്യൂസ് കൂടി വന്നു. ഒരു ദിവസം രാത്രി എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റാതെയായി. പിറ്റേ ദിവസം എണീറ്റ് നോക്കുമ്പോൾ എൻ്റെ മുഖം ഈ രൂപത്തിലല്ല, കുറച്ചുകൂടെ വലുതായി, ഒരു സൈഡ് മാത്രം ഇത്രയും എൻലാർജായിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ആദ്യം എൻ്റെ കണ്ണാടി നോക്കാൻ തന്നെ എനിക്ക് നല്ല പേടിയായിരുന്നു. കാരണം എൻ്റെ അമ്മയ്ക്കും പേടിയായിരുന്നു എന്താ സംഭവിക്കുന്നത്. കാരണം ഒരു പുറമേ നമുക്കൊരു മുറിവോ അല്ലെങ്കിൽ പ്രത്യേക ഒരു മരുന്നോ അങ്ങനെ ഒന്നും ഞാൻ കഴിച്ചിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ഒരു അറിവുമില്ല. അപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പോണ വഴിക്കാണ് എനിക്ക് സാറിനെ പരിചയപ്പെട്ടത്, സെജിൻ സാർ എന്നെ കണ്ടു. അന്ന് തന്നെ എന്നെ കമലയിൽ കൊണ്ടുവന്നു. സാർ ഇവിടെ കൊണ്ടുവന്ന് തന്നെ അന്ന് തന്നെ എമർജൻസി ആയിട്ട് തന്നെ എൻ്റെ ഈ കണ്ടീഷൻ കണ്ടിട്ട് സാർ എമർജൻസി ആയിട്ട് തന്നെ സാറിൻ്റെ ടീമിനെ വിളിച്ചു. ഇതെല്ലാം എന്നെ സ്കാനിങ് ഒക്കെ ചെയ്തു, എന്താ കാര്യമെന്ന് പറഞ്ഞു തന്നു. അപ്പോൾ എനിക്ക് ഈ ഭാഗത്തായിട്ട് നീര് ബൾജ് ചെയ്താണ് ഇങ്ങനെ ആയത്. അപ്പോൾ സാർ അന്ന് തന്നെ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. എമർജൻസി ആയിട്ട് അന്ന് രാത്രി 7:30-8 മണി വരെ സാർ ഇവിടെ നിന്നു, എല്ലാം ചെയ്തു തന്നു. ഒരാഴ്ച കൊണ്ട് എൻ്റെ മുഖം പഴയ പോലെയായി. പിന്നെ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എന്തോ കാരണവശാൽ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എനിക്കൊരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു, ഒരു 6 ഇയർ ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു. ആ ഗ്യാപ്പ് എടുത്തതിന് ശേഷം വീണ്ടും ആ ഒരു ട്രീറ്റ്മെൻറ്റ് എനിക്ക് കണ്ടിന്യൂ ചെയ്യാത്തതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം എനിക്ക് ഈ സമയത്ത് അതേ സ്ഥാനത്ത് തന്നെ എനിക്ക് ആ ഇഷ്യൂ പിന്നെയും വന്നു. കാരണം അന്ന് സാറ് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ അതേ സ്ഥാനത്ത് തന്നെ ഈ 6 വർഷം ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ സാറിനെ തന്നെ കോൺടാക്ട് ചെയ്തു. തിരിച്ച് കമലയിൽ തന്നെ എത്തി. ഏറ്റവും വലിയ അത്ഭുതം എന്തെന്ന് പറഞ്ഞാൽ അന്ന് തുറന്നു വെച്ച ആ കേസ് ഫയൽ എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ കാര്യത്തിൽ. കാരണം ഞാൻ അന്ന് ട്രീറ്റ്മെൻറ്റ് എവിടെ തീർത്തു വെച്ചോ ആ ഫുൾ ഡീറ്റെയിൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് അതേപോലെ തന്നെ കിട്ടി. ഞാൻ എവിടെ വെച്ച് എൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തു, എന്താണ് എൻ്റെ ഇഷ്യൂ എന്ന്. കാരണം എനിക്ക് അറിയാന്ന് ഇതാണ് കാര്യം. പക്ഷെ കറക്റ്റ് ഇവിടെ വന്നു. ഞാനും എൻ്റെ അമ്മയായിട്ടാണ് വന്നത്. സാറിനെ കണ്ടു. സാർ കണ്ടുടനെ പറഞ്ഞു അന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തന്നെ കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് അത്രയും പെയിൻഫുള്ളായിട്ടാണ് ഞാൻ ഇപ്പോൾ തിരിച്ചു വന്നത്. അപ്പോൾ സാറ് എന്നെ സ്കാൻ ചെയ്യിപ്പിച്ചു. സാറിൻ്റെ ടീം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ നല്ല ഭയങ്കര സപ്പോർട്ടായിരുന്നു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് പിന്നെയും അവിടെ നീര് വന്നു. ചെറുതായിട്ടൊരു ബോണിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ദ്രവിച്ചതിൻ്റെ ഒരു ഇത് ആണ് കണ്ടത്. സാറ് പറഞ്ഞു ചെറിയൊരു സർജറി വഴി അത് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഫ്രണ്ടിൽ റൂട്ട് കനാലും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ റൂട്ട് കനാൽ എനിക്ക് കേട്ടപ്പോൾ വലിയ പേടി തോന്നില്ല. സർജറി എന്ന് കേട്ടിയപ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു. ബേസിക്കലി നല്ല പേടിയുള്ള ഒരാളാണ് ഞാൻ. കാരണം ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ തന്നെ നല്ല പേടിയുള്ള ഒരാളാണ്. രക്തം കണ്ടാൽ തന്നെ തലയിറങ്ങുന്ന ഒരാളാണ്. സത്യമാണ്, അത് ക്യാമറയിൽ മുമ്പിൽ പറയാനും ഒരു മടിയില്ല. കാരണം ഉള്ളതാണ്, തള്ളി വിടുന്നതല്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആദ്യം നല്ല പേടിച്ചു. കാരണം സ്കാനിങ് റിപ്പോർട്ട് എൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ചാണ് സാറ് കാണിച്ചു തന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം, ചെറിയൊരു സർജറിയാണ്. സാറിൻ്റെ ടീം മെമ്പേഴ്സ് എല്ലാവരും അടുത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ പേടിച്ചത് സാറിന് മനസ്സിലായി. അപ്പോൾ സാറ് നല്ല സപ്പോർട്ട് തന്നു. സാറിൻ്റെ ടീം മെമ്പേഴ്സും എല്ലാവരും നല്ല സപ്പോർട്ട് തന്നു. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് 4-5 ദിവസങ്ങളായിട്ട് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഇട്ട് എനിക്ക് ഓരോ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. റൂട്ട് കനാലെല്ലാം ചെയ്തു, എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ക്യാപ്പ് ഇട്ടു, ഫ്രണ്ടിലെ പല്ലിൽ ക്യാപ്പ് ഇട്ടു. എന്നിട്ട് എനിക്ക് സർജറിയുടെ ദിവസം വന്നു. അപ്പോൾ ഞാൻ ഈ ചെറിയ ട്രീറ്റ്മെൻറ്റൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് സർജറിയുടെ അന്നാണ് ഞാൻ ഇത്രയും പേടിച്ചിരിക്കുക. സർജറി എന്ന് കേൾക്കുമ്പോഴേ പേടിയാണ്. ആക്ച്വലി അത് വലിയ സർജറി അല്ല താനും. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ആ ദിവസം വന്നു. അന്ന് രാവിലെ ഞാൻ എത്തി. സാറുണ്ടായിരുന്നു. സാറ് നല്ല സപ്പോർട്ടായിരുന്നു. മാഡം ഉണ്ടായിരുന്നു. കുറേ പേരുണ്ട് എന്നെ ട്രീറ്റ് ചെയ്ത്. 2-3 മാഡം ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നഴ്സുമാരുണ്ട്. എല്ലാവരും കോവിഡ് സമയം ആയതുകൊണ്ട് എല്ലാവരും മാസ്ക് വെച്ചിരിക്കണമെങ്കിൽ അവർ ചിരിക്കണേ എനിക്കറിയാൻ പറ്റുന്നു. ഞാൻ പേടിക്കുന്നത് അവരുടെ ഫേസിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അവരെല്ലാം നല്ല കംഫർട്ടായിരുന്നു, ഹാപ്പി ആയിട്ട് എല്ലാവരും നിന്നത്. ഈവൻ എല്ലാ സ്റ്റാഫുകളും, ക്ലീനിങ് സ്റ്റാഫ് ഉൾപ്പെടെ എല്ലാവരും നല്ല കംഫർട്ടായിട്ടാണ് നിൽക്കുന്നത്. നല്ല റിസപ്ഷനിലുള്ള സ്റ്റാഫുകളായാൽ പോലും നല്ല കംഫർട്ടാണ്. അപ്പോൾ അന്ന് സർജറിയുടെ അന്ന് ഇവിടെ വന്നു. രാവിലെ എൻ്റെ എല്ലാ ബേസിക് ആയിട്ടുള്ള എല്ലാം ചെയ്യിപ്പിച്ച് സർജറി കഴിഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ച സർജറി എന്നൊരു വാക്ക് കേൾക്കുമ്പോഴുള്ള പേടി അതെല്ലാം മാറിക്കിട്ടി. കാരണം ഒരു 45 മിനിറ്റ്സ് അത്രേ എടുത്തോളൂ. അത് ഞാൻ അറിഞ്ഞില്ല, ഒരു വേദന ഒന്നും അറിഞ്ഞില്ല. സർജറി കഴിഞ്ഞു, സ്റ്റിച്ച് ഇട്ടിരുന്നു, മരുന്ന് തന്നു, വീട്ടിൽ പോയി. 2 ദിവസം കുറച്ച് ബുദ്ധിമുട്ട്. അത് സാമാന്യം എല്ലാവർക്കും സർജറി. എനിക്കിവിടെയാണ് ചെയ്തത് സർജറി. ബോൺ ഗ്രാഫ്റ്റിംഗ് എന്നൊരു സർജറി ചെയ്തു. ബോൺ ഗ്രാഫ്റ്റ് ചെയ്തു. 2 ദിവസത്തെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞു. എനിക്ക് റിവ്യൂ ഉണ്ടായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ ജിമ്മിലൊക്കെ പോകുന്ന ഒരാളാണ്. ഇത് ചെയ്തതിന് ശേഷം എനിക്ക് ഒരാഴ്ച പോകാൻ പറ്റിയില്ല.
പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത് ഒരു 1-2 മാസം പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. കാരണം ഇവിടെയൊക്കെ സ്റ്റിച്ചിട്ട് സർജറി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യണ്ടേ. 1 ആഴ്ച 1.5 ആഴ്ച എനിക്കിവിടുത്തെ എല്ലാം ഓക്കെ ആയി. 2 ആഴ്ച കഴിഞ്ഞ് സ്റ്റിച്ച് എടുത്ത് ഞാൻ സാറിൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത് തിരിച്ച് ജിമ്മിലോട്ട് പൊയ്ക്കോട്ടാണെന്ന് ചോദിച്ചത്. സാറ് ഒരു പ്രശ്നവും പറഞ്ഞില്ല, ജിമ്മിൽ പോകണം, ബൾക്കാക്കണം, കയറാൻ പറഞ്ഞു. തിരിച്ച് ജിമ്മിൽ പോയിക്കോ, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. തിരിച്ച് ജിമ്മിൽ പോയി. പിന്നെ എനിക്കിപ്പോൾ സർജറി കഴിഞ്ഞിട്ട് 4 ആഴ്ച 5 ആഴ്ച 1 മാസം അടുപ്പിച്ചാവാൻ പോണേ ഉള്ളൂ. ഇത്രയും വലിയ സർജറി ചെയ്തിട്ട് എനിക്ക് ഇത്രയും കംഫർട്ടായിട്ട് ഞാൻ തിരിച്ച് ജോലിക്ക് പോയി തുടങ്ങി, കളിക്കാൻ പോയി തുടങ്ങി, ഞാൻ റൈഡിങ്ങിന് പോകാറുണ്ട്, ഇപ്പം എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. ഒരു സർജറി ചെയ്തെന്ന് എനിക്കൊരു തോന്നലേ ഇല്ല. അതിൻ്റെ കാരണം ഇവിടെ ഉള്ളവർ എല്ലാവരുമാണ്. കാരണം സാറ് നല്ല സപ്പോർട്ടീവാണ്, സ്റ്റാഫുകൾ നല്ല സപ്പോർട്ടീവാണ്. ഒരു ആശുപത്രിയിലാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നില്ല. ഒരു എന്താ പറയുക, കുറച്ച് നല്ല കൂട്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു, വൈകിട്ട് കുറച്ച് എൻജോയ്മെൻ്റൊക്കെ ആയിട്ട്. കാരണം ആ ഒരു ഫീല് നമുക്ക് കിട്ടും. എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. ഒരു എന്താ പറയുക, നമുക്ക് പേടിപ്പെടുത്തണം. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും, മീൻസ് കുറച്ച് പ്രശ്നമുള്ളൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും അത് വളരെ ലൈറ്റായിട്ട് ഹാൻഡിൽ ചെയ്ത് നമ്മൾ പോലും അറിയാതെ നമ്മളത് സ്മൂത്തൻ ചെയ്ത് പോകും. നല്ല ഈവൻ ഞാൻ ഹോസ്പിറ്റലിൽ വരുന്ന കാര്യം തന്നെ ചിലപ്പോൾ വിട്ടു പോകാറുണ്ട്. ഇവർ കറക്റ്റ് വിളിച്ച് ഓർമ്മിപ്പിക്കും, വാട്സപ്പിൽ മെസ്സേജ് തരും. എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഇവിടുന്ന് കിട്ടുന്നുണ്ട്. സോ ഐ എം ഫുള്ളി ഹാപ്പി. കാരണം നമുക്കറിയാമല്ലോ, ഏറ്റവും കൂടുതൽ എല്ലാ കുട്ടികളുൾപ്പെടെ എല്ലാവരും പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പേടിയായിരിക്കും. കാരണം വേദനിക്കും. കാരണം വേദന എല്ലാവരും, കാരണം പണ്ട് തൊട്ടുള്ള നമ്മളെ ട്രീറ്റ്മെൻറ്റ് ഓരോ അടുത്ത് പോകുമ്പോഴും വേദന. പക്ഷെ ഇവിടെ സത്യമായിട്ട് പറയാം, ഇതുവരെ എനിക്ക് വേദനിച്ചിട്ടില്ല. കാരണം ഉണ്ടെങ്കിൽ ഞാൻ ജെന്യൂനായിട്ട് പറയും. കാരണം അത്രയ്ക്ക് ഒരു ചെറിയ വേദന പോലും സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. അത്രയ്ക്ക് എനിക്ക് പേടിയാണ്. പക്ഷെ എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു ദിവസം വേദന എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് പോയിട്ടുമില്ല. ഒരു ട്രീറ്റ്മെൻറ്റിലും എനിക്ക് വേദന എടുത്തിട്ടുമില്ല. കാരണം അത്രയും സ്മൂത്തായിട്ട് ഇവർ ഹാൻഡിൽ ചെയ്യുന്നത്, അത്രയും മോഡേൺ സോഫിസ്റ്റിക്കേറ്റഡ് മെഷീൻസ് വെച്ചാണ് ഇവരുടെ ട്രീറ്റ്മെൻറ്റ്. അതും ഒരിക്കലും വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല, സാധാരണക്കാരന് പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ ചെയ്യുന്നത്. നല്ല ക്ലീൻ ആയിട്ട് ചെയ്തു തരും, അതാണ് സത്യം. കാരണം ഒരു ചെയ്തതിന് ശേഷം അതിനെന്തെങ്കിലും പ്രശ്നം വരുമോ, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊരു ടെമ്പററി അല്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും ഒന്നുമില്ല. ചെയ്തതിൻ്റെ പെർഫെക്ഷൻ അതെനിക്ക് കിട്ടുന്നുണ്ട്, ഇപ്പം കിട്ടിയിട്ടുമുണ്ട്. ഐ എം ഹാപ്പി വിത്ത് ഇറ്റ്. അതുകൊണ്ട് ഞാൻ സാറിനും ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. ഇനിയും ഭാവിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ എവിടെ വരും. കാരണം അത് ട്രീറ്റ്മെൻറ്റ് ക്വാളിറ്റി കൊണ്ടല്ല, ഇവരുടെ അപ്രോച്ചാണ്. നമ്മൾ ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി എന്ന് പറയുന്നതിനെക്കാട്ടും ഒരു ഫാമിലി ഫ്രണ്ട്ലി രീതിയിലാണ് ഇവരുടെ അപ്രോച്ച്. അതുകൊണ്ട് ഉറപ്പായിട്ട് നമ്മൾ ഇവിടെ തന്നെ വരും. നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇതേപോലെ ഡെൻ്റലായിട്ട് റിലേറ്റഡ് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കാരണം എന്നെപ്പോലെ കുറേ പേരുടെ ഒരു എന്താ പറയുക വാക്ക് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾക്ക് എവിടെ സെർച്ച് ചെയ്താലും, കമല ഡെൻ്റൽ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഓൺലൈൻ സെർച്ച് ചെയ്താൽ പോലും അവിടെ കുറേ റിവ്യൂസ് കാണും. അതെല്ലാം ജെന്യൂനാണ്, ഒരിക്കലും പെയ്ഡ് റിവ്യൂസ് അല്ല. കാരണം നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു തവണ നിങ്ങളൊരു ചെക്കപ്പിനായിട്ട് എന്തെങ്കിലും നിങ്ങളിവിടെ ഒന്ന് വരുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ ആംബിയൻസും മനസ്സിലാവും. സച്ച് എ ഫ്രണ്ട്ലി ഏരിയ. സോ ഐ എം ഹാപ്പി.